മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീ നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തിടുക്കം ആപൽക്കരമാണെന്ന് സംസ്ഥാന മുഖപത്രം സുപ്രഭാതം. കാവ്യവൽക്കരണമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഫണ്ടിനായി ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തണമെന്നും സുപ്രഭാതത്തിലെ ലേഖനത്തിൽ പറയുന്നു. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഗൂഗിൾ വിശദാംശങ്ങൾ. SK ഇന്നത്തെ സുപ്രഭാതം പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന കക്ഷിയായിട്ടുള്ള CPI PM ശ്രീ പദ്ധതിക്കെതിരെ രംഗത്ത് വരുമ്പോഴും അത് നടപ്പിലാക്കാനുള്ള തിടക്കമാണ് സംസ്ഥാന സർക്കാർ കാട്ടുന്നത് എന്ന് സുപ്രഭാതം വിമർശിക്കുന്നു. കായ്വൽക്കരണമാണ് ഈ NEP നടപ്പിലാക്കുന്നതിലൂടെ അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു. 1466 കോടിയുടെ കേന്ദ്രവിഹിതം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അതുവഴി വിദ്യാഭ്യാസ മേഖലയിൽ കായ്വൽക്കരണമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഇത്രകാലം ഇടതുപക്ഷം അല്ലെങ്കിൽ കേരളം ഉയർത്തിപ്പിടിച്ച ബദൽ സംവിധാനം ഇല്ലാതാവുകയാണ് ലക്ഷ്യം. CPIയും CPIയുടെ പോഷക സംഘടനകളും വരെ ഈ PM ശ്രീ പദ്ധതിക്കെതിരെ രംഗത്ത് വരുമ്പോൾ എന്തിനാണ് ഇത്തരം കടുംവാശി ഈ പദ്ധതി നടപ്പിലാക്കാൻ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായാൽ സ്വാഭാവികമായിട്ടും ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നടപ്പിലാക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാലം ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയും ഒക്കെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ വരും കാലഘട്ടത്തിൽ ഗോഡ്സെയും ഹെഡ്ഗേവാറിനെയും ഒക്കെ കുറിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. ശ്യാമപ്രസാദ് മുഖർജി ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാകും. അതിനാൽ തന്നെ ബദൽ സംവിധാനം തേടണമെന്നാണ് ഈ സമസ്തയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. തമിഴ്നാട് പശ്ചിമ ബംഗാളും ഉയർത്തിപ്പിടിച്ചതുപോലുള്ള ഒരു മാതൃക കേരളം ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. 1466 കോടി നഷ്ടപ്പെടുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭയമെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണമെന്നൊരു ആവശ്യം കൂടി സുപ്രഭാതം ഈ ലേഖനത്തിൽ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. NEPയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് PM ശ്രീ പദ്ധതിക്ക് തിരശ്ശീലയിടുന്നത് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആരോഗ്യ മേഖലയോ അല്ലെങ്കിൽ മറ്റ് കാർഷിക മേഖലയോ ഒന്നും കേന്ദ്ര ഫണ്ട് വാങ്ങുന്നത് പോലെയല്ല വിദ്യാഭ്യാസ മേഖല ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ. NCERTയിൽ പോലും ഇപ്പോൾ അടക്കം കായ്വൽക്കരണത്തിന്റെ ശ്രമമാണ് നടക്കുന്നത്. മുഗൾ ചക്രവർത്തിമാരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ ചരിത്രമെന്ന രീതിയിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിൽ ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും NEP സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വരും. അത് ആപൽക്കരമാണ്. മതനിരപേക്ഷതയ്ക്ക് യോജിക്കുന്നതല്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലേഖനത്തിലുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.